ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങിയാണ് വിത്ത് എ കോഫി. നമ്മൾ ഇന്ന് സൺറൈസ് കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരുടെ എഴുതിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറയടി ഗൈസ്. നോക്കൂ, നമ്മുടെ സൂര്യൻ നൈസായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. എന്ത് വ്യൂ ആണെന്ന് കണ്ടില്ലേ? വ്യൂ ക്യാമറയ്ക്ക് അതോടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കിട്ടില്ല സാധനം. ഇപ്പൊ നോക്കിയാൽ നല്ല രീതിയിൽ സൂര്യന്റെ വന്നതിന്റെ ഒരു ഇത് കാണാട്ടാ. ഇന്ന് രാവിലെ നമുക്ക് പുട്ടും കടലയാണ്. സ്ഥലം കിട്ടുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും. അരിപ്പൊടിയും കടല അങ്ങനെ പറഞ്ഞാലും മതി. കുഴപ്പമില്ല. ബട്ട് നമ്മൾ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ ഒന്നും ചെയ്യാതെ പച്ചക്ക് വെള്ളത്തിൽ കുഴച്ച് തന്നിട്ടുണ്ട്. അതിന് കിട്ടില്ലെന്ന് തോന്നുന്നു പ്രത്യേകിച്ച്. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ലല്ലോ, നല്ലോണം ഇറങ്ങി പോകുന്നുണ്ട്. അത് മതി നമുക്ക്. എല്ലാരും എന്ത് ആസ്വാദനത്തോടാണ് എടുത്ത് കഴിക്കുന്നത് കണ്ടില്ലേ? ആദേശിന്റെ ഒക്കെ തോര കണ്ടില്ലേ? കഴിച്ചിട്ട് നമുക്ക് ട്രെക്കിംഗ് ആണ് ഫുള്ള്. എന്തോ മലയുടെ പേരൊക്കെ പറയുന്നത്, അതൊക്കെ ഞാൻ എന്തോ ചോദിച്ചിട്ടൊക്കെ പറയാം. നമ്മൾ അവിടെ വന്നതല്ലേ, സോറി, നമ്മളപ്പോൾ ഇരുവേകുളം നാഷണൽ പാർക്കിലേക്ക് ട്രെക്കിങ്ങിന് പോവാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം. 8:30 നമ്മൾ പോയി. ഇപ്പൊ 8 മണി ആയതേ ഉള്ളൂ. 8:30 നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ളതായിരിക്കും ബാക്കി വീഡിയോ. ഗൈസ്, നമ്മളങ്ങനെ ട്രെക്കിങ് തുടങ്ങാനായിട്ട് പോവാണ്. നമ്മളെ സ്റ്റേയിൽ നിന്ന് നമ്മൾ നടന്നുകൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? എന്തോ ഓഫീസിലേക്കാണ് അറിഞ്ഞ്. അവിടെ നിന്ന് എങ്ങനെ യാത്രയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ നല്ല വ്യൂ. ഞാൻ മുമ്പ് രാവിലെ കാണിച്ചതിനെക്കാട്ടും കോടമഞ്ഞ് നിന്ന് മൂടിയിരിക്കുകയാണ് സൈഡ് ചുറ്റും ഫുള്ള്. അപ്പോൾ നമ്മളങ്ങനെ നടക്കാണ്ട് ലൈനിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു പാമ്പ് കഴിയുന്ന പോലെ അങ്ങോട്ടൊക്കെ പോകുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ബസ് കയറി പോവുകയാണ്. സാറേ എവിടോട്ട് നമ്മൾ പോകുന്നത്? ഇരുവേകുളം നാഷണൽ പാർക്ക്. അടുത്ത ട്രെക്കിംഗ് ആണ് രാവിലെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയായി. ക്ലൈമറ്റ് ഇപ്പം കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ്, സൂപ്പറാണ്. വെയിലുണ്ടെങ്കിലും ചൂട് വലുതായിട്ട് അറിയുന്നില്ല. നല്ല അറിയത്തില്ല, ചൂടറിയത്തില്ല. നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ. നമ്മളിവിടെ ഉണ്ട്. ഹായ് പൊളിഞ്ഞ അവിടെ ചെന്നിട്ട് ബസ്സിലാട്ടോ പോകുന്നു. മൂന്നാറിൻ്റെ ടൗണിലൂടെ നമ്മൾ ബസ്സിലിങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അതുകൊണ്ട് ഉറങ്ങുകയാണ്. നമ്മുടെ പുറകിലും ഫ്രണ്ടിലും എല്ലാമായിട്ട് ആൾക്കാരുള്ള ഗൈസ്. നമ്മളങ്ങനെ ഇരുവേകുളം നാഷണൽ പാർക്കിൽ കേട്ടിട്ടുണ്ട്. ഇത് ഇരുവേകുളം എക്സ്പീരിയൻസ് സെൻറ്റർ, VR എക്സ്പീരിയൻസ് സെൻറ്റർ. നോക്കി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗൈസ്. ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാ ആദ്യം പോകുന്നത്? ഇരുവേകുളം നമ്മൾ മാനിനെയും ആടിനെയും എന്തെങ്കിലുമൊക്കെ കാണാൻ പോവാണ്. ഇന്ന് രാത്രി അൽഫാമാണ് നമുക്ക്. അൽഫാം, ഓർക്കിഡേറിയം ആൻഡ് ഫെർണറി എന്താ ആണോ? സം ബയോളജിക്കൽ മീൻസ്. ലുക്ക് ഗൈസ്, നമ്മൾ അതിനകത്ത് വന്ന് കയറിയിരിക്കുകയാണ്. എന്താ ഇതൊക്കെ? ഇത് കൊള്ളാം. ഇത് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ഇതെന്റെ ബാഗിൽ കയറത്തില്ല, എടുക്കായിരുന്നു. പോലീസുകാർ. അയ്യോ, ഫുൾ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. ഇത് കയറും ബാഗ് കേട്ടോ. ഫുൾ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. എന്താ ലൈക്ക് പ്ലാന്റ് സ്പീഷീസ് എന്തൊക്കെയാണ് പറയുന്നത്. +2 ബയോളജി സ്റ്റുഡന്റ്. ഓക്കെ. ഇവിടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണോ അതോ ഇവിടെ ഉള്ള മാത്രം വെറൈറ്റീസിനെ ഇടുവാണോ എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. പാലൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ആ പാലം കയറി നടന്നത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ടൈലൊക്കെ ഇട്ടേക്ക് കേട്ടാ. ഇതാണ് നമ്മുടെ മേതിലി, ഇത് കൃഷ്ണപ്രിയ, ജാതിഹാഷ്, എല്ലാവരും അറിയാലോ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാപഞ്ചി തുഴഞ്ഞത്ത്. പോകുന്നവര് മൃഗങ്ങളെ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ബഹളമൊന്നും വെക്കരുത്. ഓക്കെ, നമുക്ക് പോയേക്കാം. അതെ, ഈ എൻട്രൻസ് വഴിയാണ്. നോ ട്രാൻസ്പാരൻസി, ബട്ട് വി വിൽ. ഇവിടെ താഴെ പോയാൽ നമ്മൾ കേട്ടോ. ഓക്കെ, വി ആർ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ആൻഡ് തിങ്കിങ് ഓഫ് എവരിവൺ. ഗൈസ്, എന്താന്ന് പറയുക, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അവന്റെ കോമഡി കേട്ട് ഞാൻ പോയി. ഈ സാറിന്റെ പുറകിലാണ് നമ്മൾ നടന്ന് പോവുകയാണ്. സൈഡിലൊക്കെ തേയിലത്തോട്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ പരിപാടി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗൈസ്, കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞ്. അറിയത്തില്ല. നമുക്ക് നടന്നു പോകാം. ഇവിടെ ഈ മൃഗങ്ങൾ വേറെ എന്തെങ്കിലും കാണും? മൃഗങ്ങളായിട്ട് പോത്തല്ല, മറ്റു മൃഗങ്ങളുണ്ട്. വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് പറയാനും പറ്റില്ല. ആനമുടിയില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് വെള്ളച്ചാട്ടം പോലെ കാണാം. ഇത് ആനമുടിയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് സാറ് പറഞ്ഞത്. ഡാമോ? യാ, ആണോ? അല്ലേ, ഡാമായിരിക്കും. നടന്ന് എങ്ങോട്ട് പോകുന്നത്? താഴ്വാരോ ഈ മലയുടെ ഒക്കെ അടിവശം. വെള്ളം അവിടെ വെള്ളം കാണാം. അവിടെ കൂടെ പോവായിരുന്നാണ് സാറ് പറഞ്ഞത്. വേണം, ആഗ്രഹമുണ്ട്. സാറ് പറഞ്ഞായിരുന്നു വെള്ളത്തിൽ കൂടെ പോകേണ്ടവർക്ക് ആ വഴി പോകാൻ. പക്ഷെ നമ്മൾ ഷൂ ഒക്കെ അല്ലേ, ഞാൻ കാണിച്ചാൽ ശരിയാകത്തില്ല. നമുക്ക് ഗൈസ് കിട്ടുന്ന സ്ഥലമല്ലേ. നടന്നിങ്ങി എത്തി എൻ്റെ അമ്മച്ചി. നോക്കി കണ്ടൊക്കെ നടക്കണം.
വെള്ളത്തിൽ പോയാൽ പൊടി പോലും കിട്ടത്തില്ല. ഒരുത്തിയൊക്കെ നടക്കാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? വീഴല്ലേ മോളെ? അടുത്ത ആള് വീഴല്ലേ. നമ്മുടെ ആദിവാസി നടന്നിങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴുകി വരുന്നിടത്തുനിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ആദിവാസിക്ക് അവിടെ പോയിരുന്ന വൻ വൈബിങ് എന്ത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കാടിന്റെ ഏതോ അറ്റത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൽ പോയി ഇതിന്റെ ഇടയ്ക്ക് വെള്ളത്തിൽ കാല കൊണ്ട് മുക്കിയിട്ടുണ്ട്. ഇവിടെ പാമ്പൊക്കെ കാണുമോ? അതിനെപ്പറ്റിയുള്ള അവളിട്ടേക്കുന്നത് പച്ച. അങ്ങനെ വെള്ളം ഒഴുകി വരുന്നിടത്ത് 5 പേരാണ് ഇതുവരെ വീണത്. രക്ഷിക്കാൻ പോയ വകയിൽ എന്റെ ഷൂ മൊത്തം നനഞ്ഞ്. ഗോപിയുടെ സൺഗ്ലാസസ് പോയി. അവളുടെ 1500 രൂപയുടെ പുതിയ ഷൂ, 2500 രൂപയുടെ പുതിയ ഷൂ ഒക്കെ വെള്ളത്തിൽ അലിഞ്ഞു തുടങ്ങി. അയ്യപ്പോ കയ്യും കണ്ണു അയ്യപ്പോ സാറേ പയ്യപ്പോ നമ്മൾ ആ മലയുടെ മുകളിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഐസനെ ആരും വളരെ എളുപ്പം. അതിൽ തന്നെ അവളുടെ ക്ഷീണം മൊത്തം കാണാം. നമ്മുടെ ഡാമിയോ പോകുന്ന കാണാം. എങ്ങനെയുണ്ട്? വെരി നൈസ്, അമേസിങ്. ഇതിലൊരു മാറ്റമില്ലല്ലോ. നമ്മൾ നടക്കുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് താങ്കളുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചിന്ത? അതുകൊണ്ട് നൈസാനെ പോയി. നമ്മൾ ഇതുവരെ പോകുമ്പോൾ വരയാടിനെ കാണുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും കണ്ടില്ല. കണ്ടിട്ട് ഇത് വെള്ളം കണ്ടപ്പോഴേ അതിന്റെ പോയി എല്ലാവരുടെ മൂക്കും കുത്തി വീണ്. ഇനി വേണം വരാണ്ട കുത്തും മേടിച്ചോണ്ട് വരാം. നമ്മളങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. റെസ്റ്റ് എടുക്കുകയാണ്. നോക്കൂ, നമുക്ക് നടക്കാം. എങ്ങനെയുണ്ട് ഇത്ര നേരം നടന്നിട്ട്? സൂപ്പർ. ബാക്കി നടക്കാം. നമ്മൾ നടന്ന വഴിക്ക് ഇതേ വലിയൊരു മഴ വീണ് കിടക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ചാടിക്കടക്കും? എങ്ങനെ ചാടിക്കടക്കും? ഇതെങ്ങനെ ചാടും? പറയൂ. ദൈവത്തിന് എങ്ങനെയാണോ പോകാനായിട്ട് തീരുമാനിക്കുന്നത്? കാടേറും കൊമ്പ. ഓക്കെ, നമ്മളും അങ്ങനെ നടന്നെത്തിയിട്ടുണ്ട്. ഇനി നടന്ന് ബാക്കി നടക്കാം. എന്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. നിന്നാ അവിടെ നോക്കിയപ്പോ ശബ്ദം കുറഞ്ഞു. ഞാൻ വെച്ചു കാട്ടാനെ കൊണ്ടുപോയെന്ന്. ഗൈസ്, ഇവിടെ ആന നടക്കുന്ന സ്ഥലമാണെന്ന്. കാരണം ആനപ്പിണ്ടങ്ങളും മറ്റും നമ്മൾ കണ്ട്. ഇത് മനുഷ്യരെന്നെ കൊണ്ടിടുന്ന കാണിക്കുവോ? അറിയത്തില്ല. പിന്നെ പ്രാന്തല്ലേ അവിടെ നിന്ന് കൊണ്ടിടാൻ. കണ്ട് ഞാൻ തന്നെ ഉള്ള പറയാം. നൈസാന അതേ നടന്ന് വരുന്നു. ബോഡി ഷേവിംഗ്. നോ എടി, കാലൊക്കെ നോക്കിക്കേ. എന്റെ കാലയിൽ ഇപ്പൊ ഒരു ഒച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ കാലിരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞു. കാല മൊത്തം അട്ടകളുടെ തട്ടിത്തെറിപ്പിക്ക്. എല്ലാവരുടെയും കാലിൽ അങ്ങനെ അട്ട കിട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 38 പേരിൽ 37 എന്റെ കാലിരിപ്പുണ്ട്. അട്ട ഇരിക്കുന്നു. എന്റെ ഷൂവെ കയറുന്നോടാ. ദേഹത്ത് കഴിയില്ല, എനിക്ക് കുഴപ്പമില്ല. ആണ് ചിന്നാറുമുടി. ഓക്കെ, ചിന്ന ആനമുടി. ഓക്കെ, ഇതിന്റെ പുറകില്. ഓ നൈസ്. പക്ഷെ നമ്മള് അത്രക്കൊന്നും പോകത്തില്ലല്ലോ. പക്ഷെ അവിടെ വരെ പോകുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം പക്ഷെ ഇവിടെ ഒക്കെ നല്ല രസം കേട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നൈസായിരിക്കും. ഒരട്ടയും കടിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഗൈസ്, നിങ്ങളും വരുന്നുണ്ടെങ്കിൽ പഴയ സോക്സ് നനച്ചിട്ട് ഇട്ടിട്ട് വരിക. അട്ട നാട്ടം കാരണം ചത്തു. അത് അതിലും നല്ലതാണ്. നമ്മുടെ ഗൈഡ് വരുമ്പോൾ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൽ പോകണം. അല്ലെങ്കിൽ നമ്മുടെ മണം കാരണം ഇത് പുറകെ വരുന്നത് നമ്മൾ ഗ്രൂപ്പായിട്ട് നടന്നു പോകുമ്പോൾ പുറകെയുള്ളവരായിരിക്കും കൂടുതൽ ഇതിനെ അട്രാക്ട് ചെയ്യും. കാരണം മണം നമ്മൾ നേരത്തെ നടന്നവരുടെ മണം കാണും. അപ്പോൾ അത് നമ്മുടെ അടുത്തോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഫ്രണ്ട് നടന്നു പോകാൻ നോക്കണം. ദൈവരുത്തി ഇത് നടക്കുമ്പോൾ വിഷയമില്ല. ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഇത് കാലേ കയറുന്നത്. നടന്ന് നമ്മൾ എൻഡിങ് പോയിന്റിലേക്ക് എത്താറായി. എല്ലാവരും കാലൊക്കെ പൊക്കിയൊക്കെ നടക്കുന്നത്. മൊത്തം അട്ടയും ഒക്കെയാണ്. ഇവൻ പാട്ട് കേട്ടോണ്ട് പോവാണ്. ഇവന്റെ അടുത്ത് ആന വന്നു നിന്നാൽ പോലും അവനൊന്നും അറിയത്തില്ല. ഇവിടെ കാട്ടുപോത്തിനെ കാണാൻ ഭാഗ്യമുണ്ടെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അത് ഭാഗ്യം എന്ന് ഉദ്ദേശിച്ച് നമ്മളെ കളിയാക്കിയതാണോ അറിയത്തില്ല. നിർഭാഗ്യമായിട്ട് കാണാം. എന്തായാലും പോവാം. കിടിലൻ തണുപ്പായി നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പം. അവിടെ വെള്ളച്ചാട്ടമാണ് ആ സാധന സൈഡ്. ഈ മരമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇതോ അവിടെ വെള്ളച്ചാട്ടം. അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ ആദ്യം നടക്കണേ. നടന്ന് മണ്ണടിഞ്ഞവന. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് കിടന്ന് ഓടാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റില്ല. ഓടി കാട്ടുപോത്ത്, ആന, ഏറ്റവും പേടിക്കേണ്ട ഒരു കുഞ്ഞു സാധനമാണ് ഈ കാലെ കടിക്കുന്ന ചെറിയ അട്ടകൾ. അത്രയും കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഞാൻ പോണില്ല. ബാക്കി സൈഡ് വൈസ് എല്ലാം കിട്ടില്ല.
കിടിലെന്ന് വെച്ചാൽ കിക്കിടില്ലേ, അതെന്താ സാധനം, അതെന്താന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓവറോൾ ഗുഡ് റൈറ്റ്. ഓക്കെ, വാ നടക്കാം. കൈബുക്ക് കാണിക്കുന്ന അവിടെ രണ്ടുപേര്. കൈസ് നമ്മളെ ഇതിന്റെ എതിർ ദിശയിൽ നിന്ന് രണ്ടുപേര് കൈബുക്ക് കാണിക്കുന്നത്, തിരിച്ചു കാണിച്ചാലേ. അവിടെ എന്തോ വന്യമൃഗത്തെ കണ്ടെന്നാ പറഞ്ഞേ, അതുകൊണ്ട് അങ്ങോട്ട് പോലെന്ന് പറഞ്ഞു. വാ നമുക്ക് നമ്മളെ തിരിച്ചു പോകാനാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കണേ. തിരിച്ചു നടക്കാം. വാ നമുക്ക് തിരിച്ചു പോവാം. എന്തോ വന്നോ തിരിച്ചു പോകും.